ഓ ഇതൊക്കെ ഇനി എപ്പോ തീരാനാ മിസ്സേ? എനിക്ക് ഇത്രയും ഇതില് ഡേറ്റ് ഓഫ് ബർത്ത് കാണാനുണ്ട്. അപ്പൊ അത് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഇക്വേഷൻ ഉണ്ടല്ലോ? എക്സെല്ലിൽ നമുക്ക് ഡേറ്റ് ഡീഫ് എന്നുള്ള ഫംഗ്ഷൻ ഉണ്ട്. ഈ സ്റ്റുഡന്റിന്റെ ഇത് പറയും ഡേറ്റ് ഓഫ് ബർത്ത്. 24/3/2004. ഓക്കെ, ആദ്യം ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഡേറ്റ് ഡീഫ് എന്നുള്ള ഫംഗ്ഷൻ അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഡിഫോൾട്ട് ആയിട്ട് വരില്ല. ഓക്കെ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ ഏജ് എന്ത് ചെയ്യാം? ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇന്നത്തേക്കുള്ള ഏജ് അല്ലേ സെറ്റ് ചെയ്യുന്നത്? അപ്പൊ ടുഡേ എന്നുള്ള ഇതും കൂടെ സെലക്ട് ചെയ്യുക. ബ്രാക്കറ്റ് ഓപ്പൺ ആയിരിക്കും, അത് ക്ലോസ് ചെയ്ത് കൊടുക്കുക. കോമട്ട് എടുത്തിട്ട് ഇൻവെർട്ടർ കോമയിൽ എന്ത് ചെയ്യുക? വൈ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സ്റ്റുഡന്റിന്റെ ഏജ് കിട്ടും. സിമ്പിൾ ആണല്ലോ അല്ലേ? സിമ്പിൾ ആണ്. ഇനി എനിക്ക് വേറെ സ്റ്റുഡന്റിന്റെ അത് കാണണമെന്നുണ്ടെങ്കിൽ ഇതേ പ്രൊസീജിയർ തുടരേണ്ട. എന്ത് ചെയ്യുക? അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് പറയും. 9/11/2002. എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണല്ലോ. ഇത്ര സിമ്പിളാ. പിന്നെ അപ്പം നീ എന്താ ചെയ്യണ്ട? ഒരു വട്ടം ഇക്വേഷൻ സെറ്റ് ചെയ്താൽ മതി. ബാക്കി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ അല്ലേ?